ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് കണ്ടിട്ടുണ്ടാകും ശ്രുതി ആരാണെന്നുള്ള കാര്യം. അവൾ ശരിക്കും മലേഷ്യക്കാരി തന്നെയാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ബാമാൻറ്റി വഴിയാണല്ലോ. അതുകൊണ്ട് തന്നെ ബാമാൻറ്റിന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. പക്ഷെ ബാമാൻറ്റിക്കാണെങ്കിൽ കൂടുതലായിട്ട് അവളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അതിനുശേഷം രേവതിയാണ് മീരയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. മീരയാണെന്നുണ്ടെങ്കിൽ ആദ്യം രേവതിയുടെ അടുത്ത് ശ്രുതിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇപ്പൊ പറയുന്നത്. അതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. രേവതി പോയി കഴിഞ്ഞതിന് ശേഷം മീരയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവള് ചുമ്മാ വന്നതൊന്നുമല്ല, എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്, എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടോ എന്നുള്ളൊരു സൂചനയൊക്കെ മീരയ്ക്ക് കിട്ടുന്നുണ്ട്. മീരയുടെ അരികിൽ നിന്ന് നേരെ രേവതി ചെല്ലുന്നത് സച്ചിക്ക് അരികിലേക്കാണ്. മീരയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ കുറിച്ചിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അവള് കറക്റ്റായിട്ട് ഒരു മറുപടിയും തരുന്നില്ല. അതെന്താ രേവതി, നീ കറക്റ്റായിട്ട് തന്നെയല്ലേ അവളുടെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ അതെ സച്ചിയേട്ടാ, അവളും കറക്റ്റായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രുതിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട് സച്ചിയേട്ടാ, കഴിഞ്ഞ തവണ ഞാൻ സാധാരണ പോലെ ശ്രുതിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഞാൻ അതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എല്ലാം മാറ്റിയിട്ടാണ് അവള് പറയുന്നത്. ആണോന്ന് സച്ചി ഭയങ്കരതായിട്ട് ചോദിക്കുന്നുണ്ട്. അതേ സച്ചിയേട്ടാ, മുമ്പ് ഞാൻ ശ്രുതിയെ കുറിച്ചിട്ട് ചോദിച്ചു അവളെ എപ്പം മുതൽ അറിയാന്ന്. ചെറുപ്പം മുതൽ അറിയാന്നാ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവള് പറയുന്നത് കോളേജ് പഠിക്കുന്നത് മുതലാണ് അറിയുന്നതെന്നാണ്. അന്ന് ഇവളുടെ അച്ഛനും അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും ഫ്രണ്ട് ആണെന്നുള്ള കാര്യം പറഞ്ഞു. എന്നാൽ ഇന്നാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുമാത്രമല്ല അവരെല്ലാവരും കൂടി ചേർന്ന് ടൂർ പോയ കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവള് പറയുന്നത് അവളുടെ കൂടെ സ്കൂളിൽ ഒരു ശ്രുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്രുതിയും ഈ ശ്രുതിയും മൊത്തത്തിൽ കൺഫ്യൂഷനായി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഉരുണ്ട് കളിക്കുവാണ്. അവസാനം അവൾക്ക് ഒരു രക്ഷയില്ലാതെ എന്നെ കുറിച്ചിട്ട് ഓരോ ചോദ്യങ്ങളും ചോദിച്ചിട്ട് നൈസായിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിടാനാണ് അവൾ ശ്രമിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളും കേട് തന്നെയാണെന്ന്. ഇല്ല സച്ചേട്ടാ, ഇവൾ അത്ര മോശക്കാരിയാണെന്ന് തോന്നുന്നില്ല. ഇവൾ കുറച്ച് നല്ലവൾ തന്നെയാണ്. എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ പുകഴ്ത്തിയിട്ടാണ് അവൾ സംസാരിക്കുക. രേവതി, നീ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ മുഖത്ത് നോക്കി മുഖത്ത് അടിക്കുന്ന രീതിയിൽ ആര് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ നമുക്ക് വിശ്വസിക്കാം. എന്നാ ചിരിച്ച് നമ്മളെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് വെരി ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാര്. ശരി, എന്താണെന്നുണ്ടെങ്കിലും ഇവളും കറക്റ്റ് മറുപടി ഒന്നും പറയുന്നില്ല. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, ശ്രുതി മലേഷ്യയിൽ നിന്ന് തന്നെയാണോ വന്നത് എന്നുള്ള കാര്യം. എനിക്ക് ആ ഡൗട്ട് രേവതി ഒരുപാട് നാളായിട്ടുണ്ട്. എന്തോ ഒരു മർമ്മമുണ്ട് മലേഷ്യയില്. പക്ഷെ സച്ചിയേട്ടൻ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ഇപ്പോ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള കാര്യം അറിയാതെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അല്ലെങ്കിലും രേവതി, ഈ CID പണി എന്ന് പറയുന്നതുണ്ടല്ലോ, മൊത്തത്തിൽ കൺഫ്യൂഷൻ തന്നെയായിരിക്കും. ഈ കലക്കവെള്ളം പോലെ അത് കുറച്ച് കഴിയുന്ന സമയത്ത് തെളിഞ്ഞു വരും. നമുക്ക് ഓരോരോ ക്ലൂ ആയിട്ട് കിട്ടി കുഴപ്പങ്ങളെല്ലാം ശരിയാകും. പക്ഷെ അതിന് നമുക്ക് ഒരു ക്ലൂ പോലും കിട്ടിയില്ലല്ലോ. അതൊക്കെ രേവതി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മൾ ഇപ്പൊ ആരംഭിച്ചതല്ലേ ഉള്ളൂ. പൗഡർ എടുത്തിനടുത്ത് എന്തോ ഒരു കള്ളത്തരുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അധികം വൈകാതെ തന്നെ നമുക്ക് എല്ലാ കഥയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എനിക്കൊരു ട്രിപ്പ് വരുന്നുണ്ട്, ഞാൻ പോവാണ്, നീ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണേ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട ഉടനെ തന്നെ കസ്റ്റമറിനെ വേറൊരു സ്റ്റാഫിനെ ഏൽപ്പിച്ചുകൊണ്ട് ചെന്നിട്ട് ഫോൺ എടുക്കുവാണ്. വിളിച്ചത് മറ്റാരും അല്ല കേട്ടോ, മീരയാണേ. ഞാനിപ്പോ മീര ഷോറൂമിലാണുള്ളത്. നീ ഷോറൂമിലേക്കൊക്കെ പോയി, പക്ഷെ ഞാൻ ഈ നാട് വിട്ടു പോകേണ്ട അവസ്ഥയാണല്ലോ. മീര അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ ഷോക്ക് ആവരുത്. എന്റെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെയോ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിന് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഷോക്ക് ഫീലിംഗ്സ് ഒന്നും വരുന്നില്ല. ഇനിയിപ്പോ നീ പുതിയതായിട്ട് എന്താ പറയാൻ വേണ്ടി പോകുന്നത്? ഇന്ന് രേവതി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോ തന്നെ ശ്രുതി ഷോക്ക് ആവുന്നുണ്ട്. നിന്നെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവള് വന്നത്. എന്നെ കുറിച്ചോ? പിന്നെ അല്ലാതെ എന്നെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമെന്ന് മീര തറുതല പറയുന്നുണ്ട്. നിന്നെ കുറിച്ച് തന്നെയാണ്. നിന്റെ നാട് എവിടെയാണ്, നിന്റെ അച്ഛൻ എവിടെയാണ് ഇതാക്കിയത്, നീ എവിടെയാണ് പഠിച്ചത്, നിന്റെ അതെവിടെ ഇതെവിടെന്ന് വെച്ചിട്ട് എന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കി. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയെന്ന് ചോദിക്കുമ്പോ ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എന്തായാലും രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും നിന്നെ കുറിച്ചിട്ട് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. നീ അവരെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയാതെ എന്നെ കുറിച്ചിട്ട് എന്തൊക്കെയാ ചോദിച്ചെന്നുള്ള കാര്യം നീ പറ. നിന്നെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. നിന്നെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ എന്റെ അടുത്തേക്ക് വന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നീ മീരെ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാണേ. അതെന്താടി നീ അങ്ങനെ പറയുന്നത്? നീ ശ്രുതി ഒരു കള്ളമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ നീ കള്ളം പറഞ്ഞു വെച്ചിട്ടില്ലേ? ഞാൻ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് ഓർത്ത് വെക്കുന്നത്? നീ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? സത്യം പറയുന്ന ആൾക്കാർക്ക് കൂടുതൽ മെമ്മറി പവർ ആവശ്യമില്ല, എന്നാൽ കള്ളം പറയുന്നവർക്ക് ആ പവർ കൂടുതലായിട്ട് വേണ്ടത്. അതെന്തായാലും കറക്റ്റ് തന്നെയാണടി. നീ അവളുടെ അടുത്ത് വിഡ്ഢിത്തരങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലടി, ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്.
മീരെ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും നീ ആരടുത്തും എന്നെ കുറിച്ചിട്ടൊന്നും സംസാരിക്കരുത്. ആരും എന്നെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഇടയും വരുത്തരുത്. എന്തൊക്കെയാണെങ്കിലും ശ്രുതി, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ പഴഞ്ചൊല്ലി. ഇങ്ങനെയൊന്നും പറയരുത് എന്ന് തന്നെയാണടാ ഞാനും പറഞ്ഞത്. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലടി, നീ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അത് എനിക്കും അറിയാടി. നീ എന്തായാലും മീരെ അവരുടെ അടുത്ത് വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടി, നീ ഒന്ന് വിശ്വസിക്ക്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ലൈഫിൽ ഇത്രയും കള്ളം പറഞ്ഞിട്ടില്ലടി. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്കും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സച്ചിക്കും രേവതിക്കും നീ മലേഷ്യയിൽ നിന്ന് തന്നെയാണോ വന്നെന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ എന്റെ അടുത്ത് വന്നിട്ട് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ശരി, ഞാൻ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ച് ശ്രുതിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണല്ലോ. ഇത് കണ്ട ശ്രുതിയാണെങ്കിൽ, എന്താ ശ്രുതി, നീ ടെൻഷനായിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഉടനെ തന്നെ ശ്രുതിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഉള്ള ആൾക്കാർ ദിവസവും എന്നെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴാണ് ആ സച്ചിൻ രേവതിയും അവരെന്ത് ചെയ്തു എന്നാണ് നീ ഈ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ആ രേവതിയാണെന്നുണ്ടെങ്കിൽ മീരയുടെ അടുത്ത് പോയിട്ട് എന്റെ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചു. നിന്നെ കുറിച്ച് അന്വേഷിക്കാൻ മാത്രം എന്താണുള്ളതെന്നാണ് കേട്ടോ ശ്രുതി ചോദിക്കുന്നത്. അത് മലേഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അറിയാതെ ഇങ്ങനെ വായന്ന് വിട്ടു പോകുന്നുണ്ട്. പക്ഷെ ഉടനെ തന്നെ നിർത്തുന്നുണ്ട്. അല്ല ശ്രുതി, നീ എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ. ഇല്ല, ഒന്നുമില്ല. നമ്മള് 30 ലക്ഷം രൂപ കളഞ്ഞു കുടിച്ചില്ലേ, അതിനെ കുറിച്ചിട്ടാണ് മീരയുടെ അടുത്ത് പോയി ചോദിച്ചിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്തിനാണ് മീരയുടെ അടുത്ത് അവര് പോയി ചോദിക്കുന്നത്? അതൊന്നും അറിയില്ല. നമ്മളെ കുറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയായിരിക്കും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതിനൊക്കെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എത്രയും വേഗം തന്നെ നമ്മൾ ആ പണം തിരികെ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കടയിലെ സെയിൽസ് കുറച്ച് കൂടുതലാക്കണം. എനിക്ക് മറ്റൊരു വഴി തോന്നുന്നുണ്ട്, പക്ഷെ നീ ദേഷ്യപ്പെടാതെ ഇത് കേൾക്കണമെന്ന് ശ്രുതി പറയുവാണേ. എന്താണ് വഴി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴാണ്, നിന്റെ മലേഷ്യ റിലേഷൻ എവിടെയാണുള്ളത് ഇപ്പോ? അവരടുത്ത് ഒരു 30 ലക്ഷം രൂപ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കാം. എന്തായാലും ശ്രുതി നീ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം എന്ന് ശ്രുതി പറയുന്നുണ്ടേ. കടമായിട്ട് ചോദിച്ചാൽ മതി, നമുക്കത് തിരികെ കൊടുക്കാം. 30 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയൊന്നും അല്ലല്ലോ. ഇത് കേട്ട ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പൊ എളേസിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെ ശ്രുതി അത്രയും പണമൊക്കെ ചോദിക്കുന്നത്? നമ്മളെ പറ്റിച്ചു പോയവന്റെ അടുത്ത് കണ്ടുപിടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നതല്ലേ നല്ലത്? അവൻ പണം എടുത്തോണ്ട് പോയിട്ട് ഇത്രയും നാളായില്ലേ, ഇനിയിപ്പം അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പണം നമ്മുടെ കയ്യിലേക്ക് വരുമെന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ടാണ് നിന്റെ എളേസിന്റെ അടുത്ത് നമുക്ക് എന്തായാലും ഇപ്പൊ ഹെൽപ്പ് ചോദിക്കാം. അവരിപ്പോ ഏത് കൺട്രിയിലാണുള്ളത് അറിയില്ല എന്നാണ് കേട്ടോ ശ്രുതിയുടെ മറുപടി. എന്തായാലും നീ ഒന്ന് ഫോണിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരിപ്പോ എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കേ. നീ എന്റെ കൂടെ വരുമൊന്നും വേണ്ട, ഞാൻ തന്നെ അവരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് ബിസിനസിന് വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് ചോദിക്കാം. എനിക്ക് വേണ്ടിയിട്ട് ശ്രുതി ഇതെങ്കിലും നീ ചെയ്യുന്നു പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ മറുത്തൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം തരണം, ഞാൻ അവരെവിടെയാണെന്നുള്ള കാര്യം ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുവാണ് കേട്ടോ. ഏത് രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രുതിക്ക് തന്നെയാണല്ലോ അടി തിരികെ വരുന്നതെന്നുള്ള ഒരു ടെൻഷനിലാണ് കേട്ടോ ശ്രുതി ഉള്ളത്. അതിനുശേഷം കാണിക്കുന്നത് രേവതിയുടെ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് രേവതി പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഒരു ബൈക്കിൽ 2 പേര് വന്നിട്ട് രേവതിയുടെ പൂ കൊടുക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അത് അഴിച്ചിട്ട് ഊരി എടുത്തോണ്ട് പോവാണ്. കൊണ്ടുപോകുന്നത് രേവതി കാണുന്നുണ്ട് കേട്ടോ. എന്താണ് നീ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ തന്നെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. പുറകെ പോയിട്ട് എത്തിച്ചേരുന്നത് ഒരു വീട്ടിലേക്കാണ് കേട്ടോ. അത് മറ്റാരുടെയും വീടല്ല, ഹേമയുടെ വീടാണേ. ഹേമയുടെ ജോലിക്കാരി ഉടനെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആരുടെ അതിന്റെ പെട്ടി എടുത്തോണ്ട് പോയത്, മര്യാദയ്ക്ക് താടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാണ്. ഈ വീട്ടിലെ അമ്മയാണ് എന്റെ അടുത്ത് നിങ്ങളെ വിളിച്ച് ഉള്ളിലേക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ രേവതിയാണെങ്കിൽ ദേഷ്യപ്പെട്ടാണ് കേട്ടോ. നിങ്ങൾ ആരാണ്, എന്റെ പെട്ടി ഇങ്ങ് താന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോ രേവതി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആ സ്ത്രീ രേവതിയെ ശാന്തയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി കിടന്നിട്ട് ഒച്ചയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. രേവതിയുടെ കൈ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഡൈനിങ് ടേബിളിന് അവിടെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാനാണ് ആ സ്ത്രീ ശ്രമിക്കുന്നത്. ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് എന്റെ പെട്ടി വേണം, എനിക്ക് പോണം എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും ഹേമ വന്നിട്ട് നിന്റെ പെട്ടി വരും എന്ന് പറയുന്നുണ്ട്. അത് ഹേമയുടെ വീടാണെന്നുള്ള കാര്യം അപ്പോഴാണ് രേവതിക്ക് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ഹേമയുടെ അരികിലേക്ക് ചെന്നിട്ട് ഇതെല്ലാം നിങ്ങളുടെ പണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എല്ലാം എന്റെ പണി തന്നെയാണ്. എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നീ വരില്ലല്ലോ. അതുകൊണ്ടാണ് നിന്റെ പൂപ്പെട്ടി എന്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ട് തൂക്കിയെടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ രേവതി എന്റെ ഗസ്റ്റ് ആണ്. ഇപ്പോ നിങ്ങളുടെ ഗസ്റ്റ് ആ നമ്പർ ഒന്നും എന്റെ അടുത്ത് എടുക്കാൻ വേണ്ടി നിൽക്കണ്ട. എനിക്ക് ഉടനെ തന്നെ പോണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ രേവതി. നീ എന്താ രേവതി സിനിമ ഡയലോഗ് പറയുന്നത് പോലെ തന്നെ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്താൽ മാത്രം മതിയോ? നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കിപ്പോ വിശക്കുന്നില്ല എന്ന് രേവതി പറയുമ്പോ എങ്കിലും കുറച്ച് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ പറയുന്നത്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എനിക്ക് എന്റെ പൂതാ പെട്ടി തന്നാൽ ഞാൻ ഇവിടുന്ന് പോവാന്നൊക്കെ, എനിക്ക് എന്റെ പെട്ടി തായെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്.
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇവിടുന്ന് വിടില്ല. നിന്റെ അടുത്ത് ഞാൻ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഇങ്ങോട്ട് വരില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ട് എനിക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് ഈ ഫീൽഡിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഒരാൾ വളരാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ രേവതി തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, അത് നിങ്ങളുടെ വെറും തോന്നലാണ്. ഞാൻ വളരും, അത് നിങ്ങളെ കൊണ്ട് തടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. നീ ചെറിയ പെണ്ണല്ലേ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാന്ന് ഹേമ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ നിങ്ങൾ കാര്യം പറയൂ, അത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ അടുപ്പേരിയിരുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. നിന്റെ കുടുംബവും നാളെ കുട്ടികളും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിർത്ത്, നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം പറ. അത് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി വരുന്നത് രേവതി. നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? നീ എന്റെ കൂടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ കയ്യങ്ങ് രേവതി തട്ടി മാറ്റുവാണേ. എന്റെ അടുത്ത് ഒരുപാട് മണ്ഡപം ഡെക്കറേഷൻ ഓർഡേഴ്സ് ഒക്കെ വരുന്നതാണ്. നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നീ തനിയെ എന്താണോ സമ്പാദിക്കുന്നത് അതിലേക്കാൾ കൂടുതൽ പണം എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. പണം എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വരും. ആടിമാസത്ത് കല്യാണം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിനക്ക് ഞാൻ പണം കറക്റ്റ് ആയിട്ട് തന്നെ തരും. കുറച്ചു നേരത്തില്ലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെറിയ പെണ്ണാണെന്നുള്ള കാര്യം. നിങ്ങൾക്ക് വയസ്സായിട്ട് വരികയല്ലേ, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങ് തന്നേക്ക്. മാസം നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരാം. നിങ്ങൾ എനിക്ക് എത്രയാണോ തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് ഞാൻ തരാം. അങ്ങനെ കൂടുതലായിട്ട് ശമ്പളം ആണെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് തന്നെ തരാം. അങ്ങനെ രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ നിനക്ക് അറിയില്ല ഞാൻ ആരാണെന്ന്. അത് ആർക്കാണ് അറിയാത്തത്? റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ സാധനം എടുത്തോണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്നെ വരുത്തി വെച്ചില്ലേ, അതിൽ നിന്ന് തന്നെ മനസ്സിലായി നിങ്ങൾ എത്ര വലിയ ധൈര്യശാലിയാണെന്ന്. ഞാൻ എപ്പോഴും രേവതി നിന്റെ അടുത്ത് പറയാണ്, നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നന്നായിട്ട് ജീവിക്കാം. എന്നെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവിനറിയാം. നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പണമൊന്നും അത്ര വലിയ കാര്യമല്ല, പക്ഷെ ഈ തൊഴിലില് എനിക്കൊരു പേരുണ്ട്. ഇതിൽ ഞാൻ മാത്രമാണ് കൊടിവെട്ടി പറക്കേണ്ടത്. ഇത് എന്റെ കോട്ടയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോട്ടയിൽ നിങ്ങൾ റാണിയാവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങളുടെ കോട്ടയിൽ ദാസിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടില്ല. പുലിക്ക് വാലായിരിക്കുന്നതിനേക്കാൾ നല്ലത് പൂച്ചയ്ക്ക് തലയായിട്ട് ഇരിക്കുന്നതാണ്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല. എന്റെ പൂപ്പെട്ടി തരാൻ വേണ്ടിയിട്ട് പറ, എനിക്ക് പോകണം. ഇത്രയും പറഞ്ഞിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ? നിങ്ങൾക്ക് അത് അഹങ്കാരമായിട്ട് തോന്നും, പക്ഷെ ഇത് എന്റെ ആത്മവിശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കാതെ എന്റെ പെട്ടി തരാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും. മര്യാദയ്ക്ക് എന്റെ പെട്ടി എടുത്തോടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നു പറയുമ്പോഴേക്ക് ഹേമ അവളുടെ പെട്ടി എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം എന്ന് പറയാണ്. അതുപോലെ തന്നെ അവരവിടെ ചെയ്യുന്നുണ്ട്. ആയിട്ട് ഹേമയുടെ അടുത്ത് പറയുന്നുണ്ട്, നേർമയോട് കൂടിയിട്ട് അധ്വാനിക്കുന്നവരുടെ അധ്വാനം ആർക്കും തടയാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് ഭക്ഷണമായിട്ട് മാറും. അന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങളും ജീവിച്ചോളൂ, മറ്റുള്ളവരെയും ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കൂ. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോകരുതെന്ന് ഹേമ പറയുമ്പോ ഞാന് അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയാണെങ്കിൽ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. വന്നോടെ തന്നെ അച്ഛാ എന്ന് പറഞ്ഞു ഭയങ്കര സൗണ്ടിൽ വിളിച്ചിട്ടാണ് വരുന്നത്. എടാ ഞാൻ ഇവിടെ തന്നെ ഇല്ലടാ, പിന്നെ നീ എന്തിനാടാ ഈ വിളിച്ചു പോകുന്നതെന്ന് ചോദിക്കുവാണേ. അച്ഛാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണ്ടേ, രേവതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു പോവാണ്. അയ്യോ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ആദ്യം പറയടാ എന്ന് പറയുമ്പോഴേക്കും ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഉടനെ തന്നെ സച്ചി, അച്ഛാ ഇതിനകത്ത് അച്ഛനൊരു സൈൻ ചെയ്യണം, അമ്മയുടെ അടുത്തും സൈൻ ചെയ്യാൻ വേണ്ടി പറ എന്ന് പറയുന്നുണ്ട്. സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നെ സുധി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ നീ എന്താടാ നോട്ടീസ് കൊടുത്തിട്ട് പൈസ വാങ്ങാനുള്ള പരിപാടിയാണോ എന്നാ? എപ്പൊ നോക്കിക്കഴിഞ്ഞാലും നിനക്ക് പണത്തിന്റെ കാര്യം മാത്രമാണോ ഇവിടെ പറയാനുള്ളത് എന്നുള്ള കാര്യം സുധീരുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്. അതേടാ നീ വന്നിട്ട് സൈൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ വീട് നിന്റെ പേരിലാക്കാനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുമ്പോ അതെല്ലാം നിന്റെ പണിയാണ്. നിന്റെ അത്രയും ക്രിമിനൽ ആയിട്ട് ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും സുധി നീയൊന്നും മിണ്ടാതിരിക്കുന്നു ശ്രുതി സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ ഇത് എന്ത് ഫോമാണെന്ന്. എടാ ഇത് പാസ്പോർട്ടിനുള്ള അപ്ലിക്കേഷൻ ഫോമാണ്. ഇപ്പൊ എന്തിനാണ് പാസ്പോർട്ട് എടുക്കുന്നത്? അച്ഛന് മാത്രമല്ല അച്ഛാ, നമുക്ക് എല്ലാവർക്കും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലടാ ചോദിച്ചത്, ഇപ്പൊ എന്തിനാണ് മേടിച്ചോണ്ട് വന്നതെന്ന്. നമുക്ക് എല്ലാവർക്കും അച്ഛാ പാസ്പോർട്ട് എടുത്തു വെക്കാം. ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് കേട്ടോ, എന്റെ കയ്യില് പാസ്പോർട്ട് ഓൾറെഡി ഉണ്ട് എന്ന്. ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കയ്യിലുണ്ടാവുമല്ലോ, കാരണം ശ്രുതി മലേഷ്യന്ന് വന്നതല്ലേന്ന് രേവതി ഒന്ന് കുത്തി ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടിയൊന്നും ശ്രുതി പറയുന്നില്ല കേട്ടോ. തുടർന്ന് ശ്രുതിയാണെങ്കിൽ എന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എക്സ്പയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അത് പുതുക്കാനുള്ള പണി നോക്കാൻ വേണ്ടിയിട്ട് സച്ചി സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ എന്തിനാണ് എല്ലാവരെ കൊണ്ട് പാസ്പോർട്ട് എടുപ്പിക്കുന്നതെന്ന് രവി ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അച്ഛാ ഞാനും അതുപോലെ രേവതിയും കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂനൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങള് ഹണിമൂണ് മലേഷ്യക്ക് പോവാന്നുള്ള കാര്യം തീരുമാനിച്ചു. സച്ചിൻ രേവതി മലേഷ്യക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു ഷോക്കിംഗ് ആണ്. പക്ഷെ മലേഷ്യയുടെ കാര്യം കേട്ട് ശ്രുതിക്കും എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. രേവതി ആണെങ്കിൽ ഒന്നും അറിയില്ലല്ലോ, ഇതെന്താ സച്ചിയേട്ടൻ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്. അതേ രേവതി നമ്മള് മലേഷ്യക്ക് പോവാണെന്ന് സച്ചി ഒന്നും കൂടി എടുത്തു പറയുമ്പോൾ ചെറിയൊരു ക്ലൂ ഒക്കെ രേവതിക്ക് കിട്ടുന്നുണ്ട്. അച്ഛാ എന്തായാലും അച്ഛനും അതുപോലെ അമ്മയും വരണം ഞങ്ങളുടെ കൂടെ. നിങ്ങൾ ഹണിമൂണിന് പോവല്ലേ, ആ സമയത്ത് ഞങ്ങൾ എന്തിനാ വരുന്നത്? നിങ്ങൾ പിള്ളേരെല്ലാരും പോയിട്ട് വാ എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ
അച്ഛൻ നമുക്ക് ഹണിമൂൺ മാറ്റിട്ട് ഫാമിലി ട്രിപ്പ് ആക്കാം, അങ്ങനെയാകുമ്പോ എല്ലാവർക്കും പോകാലോ. അത് നല്ലൊരു ഐഡിയ ആണെന്നുള്ള കാര്യം ചന്ദ്രയ്ക്കും തോന്നുന്നുണ്ട്. മലേഷ്യയിലൊക്കെ പോകാറുണ്ട് ചന്ദ്രയ്ക്ക് വലിയ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എടാ ഇതിനൊക്കെ ഒരുപാട് ചെലവാകുന്ന രവി പറയുമ്പോ അച്ഛാ ചെലവൊന്നും നോക്കാതെയാണോ ഞാൻ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ചെലവ് കുറയ്ക്കാൻ കൂടിയാണ് നമ്മൾ മലേഷ്യക്ക് പോകാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അത് കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഇടങ്കണ്ണിട്ടിട്ട് ശ്രുതിയുടെ മുഖഭാവം എന്താന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. മലേഷ്യയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ചെലവ് മാത്രമേ അച്ഛൻ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ, ബാക്കി എല്ലാ ചെലവ് നോക്കാൻ വേണ്ടിട്ട് നമുക്ക് അവിടെ ആളുണ്ടല്ലോ. അത് ആർക്കും അത്ര അങ്ങ് കത്തുന്നില്ല കേട്ടോ. അവിടെ ആരാ നമുക്ക് സച്ചിയേട്ടാ ഉള്ളതെന്ന് ശ്രീകാന്താണ് ചോദിക്കുന്നത്. അത് നമ്മുടെ പൗഡർ എടുത്തിട്ട് നാടല്ലേ, അവിടെ അവർക്കെന്ന് വെച്ചിട്ട് വലിയ വീടും സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇത് കേട്ട ഉടനെ ശ്രുതി പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണല്ലോ. അതില് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നല്ല ഐഡിയ ആയിട്ട് സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കും തോന്നുന്നുണ്ട്. ചന്ദ്രയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ആള് ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ശ്രുതി ചേച്ചിന് അച്ഛനാണെന്നുണ്ടെങ്കിൽ ജയിലിലല്ലേ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അതിനെന്താണ്, അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെയല്ലേ ഉള്ളത്, അവരുടെ വീടും ഗസ്റ്റ് ഹൗസും എല്ലാം ഉണ്ടല്ലോ, അതും ജയിലിലാണോ ഉള്ളത്. ഇത്രയും നാളെ അവർ കേസ് നടത്താൻ വേണ്ടി തന്നെ എന്തോരം പണം ചെലവാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ അവരുടെ സ്വത്ത് എത്രത്തോളം ഉണ്ടാകും. അവിടെ പോയിട്ട് നമുക്ക് തങ്ങാൻ വേണ്ടി പറ്റില്ലോ. അത് സച്ചിയേട്ടാ കറക്റ്റ് ആണ്. ശ്രുതി ചേച്ചി നിങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, അതൊക്കെ ശരിയാണ്, നമുക്ക് തങ്ങാനൊക്കെ അവിടെ ഓക്കെയാണ്. പക്ഷേ അവിടെ പോയിട്ട് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ട്രാവൽസിനെ നോക്കണ്ടേ. എടാ സാധാരണ ഡ്രൈവറായ എനിക്ക് തന്നെ 2 കാറുകളുണ്ട്. അത്രയും വലിയ കോടീശ്വരനാവുന്ന സമയത്ത് അവർക്കൊരു 10-12 കാറെങ്കിലും കാണില്ലേ കാര്യമൊക്കെ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. എന്താ രേവതി, അവിടെ എന്തായാലും ഒരു 10-12 പണിക്കാരെങ്കിലും ഉണ്ടാവില്ലേ, അവര് നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുമോ. എടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, അവളുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത്, ആ അവസ്ഥയിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് ടൂർ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോ എടാ പണക്കാരായ ആൾക്കാരൊക്കെ ജയിലിൽ പോകുന്നതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ്. ജയിലിൽ പോകാത്തതും കേസില്ലാത്ത ഏത് വലിയ പണക്കാരാണ് അവിടെ ഉള്ളത്. അവര് ജയിലിലാണെന്നുണ്ടെങ്കിലും അവരുടെ സ്വന്തക്കാരൊക്കെ പുറത്തു നിന്നുകൊണ്ട് സ്വത്ത് അനുഭവിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. പൗഡർ എടുത്ത് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലേക്ക് വരാന്നുള്ള കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പോ അവിടെ പോയിട്ട് പുറത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് വിഷമാവില്ലേ. എടാ അതൊന്നും വേണ്ടെന്ന് ശ്രുതി പറയുന്നെങ്കിൽ നീ ഒന്ന് പോടാ അവിടുന്ന്. അവരുടെ വീടും കാറും ഒക്കെ ഉള്ള സമയത്ത് അവരെങ്ങനെ നമ്മളെ ചെലവാക്കാൻ വേണ്ടിട്ട് അനുവദിക്കുന്നത്. എന്താ പൗഡർ എടുത്തി, നിങ്ങൾക്ക് സന്തോഷല്ലേ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ ഞങ്ങൾ താമസിപ്പിക്കുള്ളൂ. രേവതി നീ ഒന്ന് ചോദിച്ചു നോക്കുന്ന പറയുമ്പോ അല്ല സച്ചിയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. കേട്ടില്ലേ അച്ഛാ, ഭർത്താവ് സംസാരിക്കുന്ന സമയത്ത് കുറുകെ സംസാരിക്കരുതെന്ന് വിചാരിക്കുന്നില്ലേ, അതാണ് എന്റെ ഭാര്യ. അല്ല പൗഡർ എടുത്തി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യില്ലെന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിലും ശ്രുതി എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും അല്ലെ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ എന്നുള്ള മട്ടിൽ ഇങ്ങനെ തലയാട്ടുകയാണേ. ഇതുകൊണ്ടാണ് അച്ഛൻ ഞാൻ പറഞ്ഞത് നിങ്ങളോടും കൂടെ വരാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല അവിടെ ചെല്ലുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛനെയും കാണാലോ എന്ന് ചോദിക്കുമ്പോൾ അവര് ജയിലിലല്ലേ ഉള്ളത്. അച്ഛൻ ഇപ്പോഴത്തെ കാലത്ത് പണമൊക്കെ മുടക്കിയിട്ട് ആർക്കാണ് ജയിലിൽ പോയിട്ട് അവരെ കാണാൻ വേണ്ടി പറ്റാത്തത്. അതുമാത്രമല്ല പൗഡർ എടുത്തിയുടെ അമ്മയും അവിടെ തന്നെ ഉണ്ടല്ലോ, അതിന് അവളുടെ അമ്മ മരിച്ചുപോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ പൗഡർ എടുത്തിട്ട് അച്ഛൻ 2ാമത്തെ കല്യാണം കഴിച്ചിട്ടില്ലേ, 2ാമത്തെ വൈഫ് അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആകെ മൊത്തത്തിൽ സച്ചി ശ്രുതിയെ എല്ലാ രീതിയിലും കുരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അച്ഛൻ മരിച്ചു എന്നുള്ള പുതിയ കഥയൊക്കെ ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്